ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജി ബേസ് ആയിട്ട് ഉള്ള ടോപ്പിക്കുകളാണ് എടുക്കുന്നത്. ഇന്ന് സ്വല്പം കൂടെ ഹയർ ലെവലിൽ സംതിങ് ഡീൽസ് വിത്ത് സ്പിരിച്വാലിറ്റി. നമ്മളുടെ സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള കണക്ഷൻ. ഒരുപക്ഷെ നമുക്ക് കണക്ഷൻസ് ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അത് വളരെ മനോഹരമായ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് നമ്മളുടെ മനസ്സിൽ കീപ്പ് ചെയ്യാം. ഒത്തിരി ചിന്തിക്കാനും മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കാനുമുള്ള ഒത്തിരി വിഷയങ്ങൾ നമ്മൾക്ക് മനോജ് കുമാർ സാറിലൂടെ കേൾക്കാം എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. മറ്റൊരു സായാഹ്നത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും നമ്മളുടെ ഈ സെഷൻ ഇന്നത്തെ സബ്ജക്റ്റുമായിട്ട് എന്നെ അഭിസംബോധന ചെയ്തതിലൊക്കെയും സാബു സാറിന് ഒരു നല്ല താങ്ക് യു പറയുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് തന്നെ കിടക്കാം. കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഞാൻ ഈ കോൺഷ്യസ്നെസ്സും അതുപോലുള്ള സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള സബ്ജക്റ്റിൽ കുറേ പോയിന്റുകളൊക്കെ ആയിട്ട് തന്നെ കുറേ ആഴ്ചകളായിട്ട് ഞാനിവിടെ പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു റിലേറ്റഡ് സബ്ജക്റ്റ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എടുത്തപ്പോൾ എനിക്ക് തോന്നി. യൂണിവേഴ്സൽ ലോസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ സബ്ജക്റ്റ് നമ്മുടെ ഏതായിരുന്നു. അപ്പോൾ അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എന്താണ് ഈ ശാസ്ത്രത്തിന്റെ ആത്മീയതയുടെ ഒരു വിഭജനം, അതായത് ഒരു ഇന്റർസെക്ഷൻ ഓഫ് സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി. അപ്പോൾ ഹൗ ദി സയന്റിഫിക് ഡിസ്കവറീസ് ആൻഡ് ദ സ്പിരിച്വൽ ബെനിഫിറ്റ്സ് ക്യാൻ കോഎക്സിസ്റ്റ് ആൻഡ് കോംപ്ലിമെന്റ് ഈച്ച് അതർ. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും ആത്മീയ വിശ്വാസങ്ങളും ഒക്കെ എങ്ങനെ പരസ്പരം സഹവർത്തിക്കുമെന്നും അത് പരസ്പരം എങ്ങനെ പൂരകമാകുന്നു എന്നൊക്കെ കഴിയുന്നുള്ള ഒരു ചെറിയ എത്തിനോട്ടം അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ പ്രസന്റേഷന്റെ ഉദ്ദേശങ്ങൾ ഞാനിവിടെ ഒരു 3 സെക്ഷനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഈ ഒരു പ്രസന്റേഷൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ദി എയിം ഓഫ് ദിസ് പ്രസന്റേഷൻ ഇസ് ടു എക്സ്പ്ലോർ ഹൗ സയന്റിഫിക് ഡിസ്കവറീസ് ആൻഡ് സ്പിരിച്വൽ ബിലീഫ്സ് ക്യാൻ കോ എക്സിസ്റ്റ് ആൻഡ് കോംപ്ലിമെന്റ് ഈച്ച് അതർ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടിന്റെയും ഒരു ജംഗ്ഷനാണ്. അപ്പൊ അത് എങ്ങനെയാണ് പരസ്പരം ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിന് നമുക്ക് ചരിത്രപരമായ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്, അല്ലാതുള്ള കുറെ തത്വങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കുറെ പ്രത്യേകതകൾ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അതായത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ചിന്ത അങ്ങനെ പോയത്. സോ ബൈ എക്സാമിനിങ് ഹിസ്റ്റോറിക്കൽ perspectives and identifying the shared experiences, we will uncover the potential for a harmonious relationship between science and spirituality. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ നമുക്ക് ഈ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ ഇത് രണ്ട് ഓപ്പോസിറ്റുള്ള കാര്യങ്ങളാണോ എന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ പരസ്പര ബന്ധങ്ങളുണ്ടെന്ന് നമുക്ക് ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിയൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതാണ് ദിസ് പ്രസന്റേഷൻ സീക്സ് ടു ഹൈലൈറ്റ് ഹൗ ദീസ് ടു ബ്രാഞ്ചസ്, ദീസ് ആർ ടു ഡിഫറെന്റ് ബ്രാഞ്ചസ്, okay, so often seen as opposing forces, can together enrich our understanding of the universe, enhance personal growth and address global change. അപ്പോൾ ഈ പലപ്പോഴും എതിർശക്തികളായിട്ട് കാണപ്പെടുന്ന രണ്ടും മേഖലകൾക്കും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമുക്കുള്ള ധാരണയുണ്ടല്ലോ, അത് സ്പിരിച്വാലിറ്റിയും ഇതും സയൻസും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കുറെ വെല്ലുവിളികളൊക്കെ ഉണ്ട് നമ്മളെല്ലാം ആഗോളതലത്തിലൊക്കെ നോക്കിയാൽ തന്നെ. അപ്പൊ ആ ചലഞ്ചസിനെയൊക്കെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ കഴിയുമെന്ന് ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രസന്റേഷന്റെ ഒരു ഉദ്ദേശം. അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം. ഒരു ചെറിയ എന്നേക്കുള്ള ഇൻട്രഡക്ഷൻ പറയുമ്പോൾ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ട്രഡീഷണലി സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഹാവ് സീൻ ആസ് ഓപ്പോസിറ്റിംഗ് ഫോഴ്സസ്. അപ്പോൾ സയൻസ് എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സയൻസ് ഫോക്കസിങ് ഓൺ എംപിരിക്കൽ എവിഡൻസ് ആൻഡ് റാഷണാലിറ്റി. നമുക്ക് അറിയാം ഈ സയൻസ് ഫോക്കസ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. എവിഡൻസ് വേണം സയൻസിന്, എന്തെങ്കിലും അതിനെക്കുറിച്ച് പ്രൂവ് ചെയ്യാനായിട്ടുള്ള എംപിരിക്കൽ എവിഡൻസ് വേണം, അതിൻ്റെ ഒപ്പം റാഷണാലിറ്റി വേണം. അപ്പം ഈ അനുഭവങ്ങളും തെളിവുകളും യുക്തിചിന്തയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ, അതൊരു ലോജിക്കൽ തിങ്കിങ്ങും ഒക്കെ ചേർത്താണ് പല കാര്യങ്ങളും സയൻസ് പ്രൂവ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ, സ്പിരിച്വാലിറ്റി എംബ്രേസസ് ഫെയ്ത്ത് ആൻഡ്
ട്രാൻസ്ഡെൻറ്റൽ എക്സ്പീരിയൻസസ്. അതാണ്. അപ്പം ഇത് തമ്മിലുള്ള ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ് അവിടെ എല്ലാം എന്ന് പറയുന്ന പോലെ, വിശ്വാസമല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ വിശ്വാസവും അനുഭവങ്ങളും വേണം. അതൊരു അതീന്ദ്രിയ അനുഭവങ്ങളിലൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് രണ്ടും കൂടെ ചേർത്ത് ആണ് ആത്മീയത ശരിക്കും നമുക്ക് അതിനെ കാണാൻ പറ്റുന്നത്. അതാണ് എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കുറച്ച് ട്രഡീഷണൽ വ്യൂ ഉണ്ട് സയൻസിനെ കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചും ഒക്കെ. അപ്പോൾ ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യണം. ഈ നമുക്ക് എന്താണ് എംപിരിക്കൽ എവിഡൻസസ് ഫെയ്ത്ത് എന്നുള്ളത്. അപ്പോൾ അതിനെ 2-3 ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് ഞാൻ അതിനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എംപിരിക്കൽ എവിഡൻസസ് വേഴ്സസ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ സയൻസ്, നമുക്ക് സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്താ പറയാൻ നോക്കാം. സയൻസ് റിലൈസ് ഓൺ എംപിരിക്കൽ എവിഡൻസ്, എക്സ്പെരിമെന്റേഷൻ, ഒബ്സർവൽ ഡേറ്റ. അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഡേറ്റ വേണം. കുറച്ച് കാലമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നൊക്കെയുള്ള ഡേറ്റ എടുത്ത് അനാലിസിസ് ചെയ്യാറുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ വേർഡ്. അപ്പോൾ ഈ നമുക്ക് പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഇങ്ങനെയുള്ള നിരീക്ഷിക്കാവുന്ന ഡേറ്റകൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്നിവയാണ് ശാസ്ത്രം ആശ്രയിക്കുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്തിനെയാണ് ആശ്രയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റേഴ്സ് ഓൺ ഫെയ്ത്ത്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ട്രാൻസ്ഡെൻഡൽ ബിലീഫ് ദാറ്റ് മേ നോട്ട് ബി ഈസിലി ക്വാണ്ടിഫൈഡ് ഓർ മെഷേർഡ്. അപ്പോൾ നമുക്ക് ഈ സ്പിരിച്വാലിറ്റിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിനെ സ്പിരിച്വാലിറ്റിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അത് തിട്ടപ്പെടുത്താനോ അളക്കാനോ ഒന്നും കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ സയൻസ് പറയുന്നതെല്ലാം നമുക്ക് എവിഡൻസും ഒക്കെ വേണ്ടി എല്ലാത്തിനും പ്രൂഫ് ഒക്കെ കൊടുത്തിട്ട്, പക്ഷേ ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് അളക്കുന്നത്? സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ, അനുഭവങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്, അതീന്ദ്രിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആത്മീയത കേന്ദ്രീകരിക്കുന്ന അതിനൊക്കെയാണ്. അതൊക്കെ ഇറ്റ്സ് കനോട്ട് ബി ക്വാണ്ടിഫൈഡ് ഓർ മെഷേർഡ്. ഓക്കെ, അപ്പോൾ അത് മിക്കപ്പോഴും ഒരു ശക്തിയാണ്. നമുക്ക് ഇപ്പോൾ അതിന് ദിവ്യത്വം എന്നൊക്കെ ഒരു ദിവ്യ അനുഭവങ്ങളാണ്. അർത്ഥം ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അതിനൊരു ഉദ്ദേശം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാകാം. അപ്പോൾ അതാണ് ഈ എംപിരിക്കൽ എവിഡൻസും സയൻസും സ്പിരിച്വാലിറ്റിയും ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഒരു കണക്ക്. ഇനി നമുക്ക് നോക്കാം റാഷണാലിറ്റി വേഴ്സസ് ട്രാൻസെൻഡൻസ് എന്താന്ന് നോക്കാം. അതായത് യുക്തിവാദവും അതീതത്വവും, അത് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അത് സയൻസ് എന്തുവാണ് പറയുന്നത്? റാഷണാലിറ്റി സയൻസ് പറയുന്നത് സയൻസ് വാല്യൂസ് റാഷണാലിറ്റി, ലോജിക് ആൻഡ് ഒബ്ജക്റ്റീവ് റീസണിങ്. എപ്പോഴും എന്താണ് ഈ ഒരു റീസണിങ് വേണം സയൻസിന്. ഓക്കെ, it seeks to explain phenomenon through natural laws and theories that can be tested and refined over time. അതാണ് നമുക്ക് ഈ സയൻസിൽ പറയുന്നത്. ഓക്കെ, it has to be tested and proved, and then in front of the world it has to be proved. Spirituality embraces, സ്പിരിച്വാലിറ്റിയുടെ ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ embrace transcendental experiences, intuition and mystical insights. അങ്ങനെയാണ് സ്പിരിച്വാലിറ്റി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറ്റ് ഓഫൺ ഇൻവോൾവ്സ് പ്രാക്ടീസസ് ദാറ്റ് ഗോ ബിയോണ്ട് ഫിസിക്കൽ സ്പേസ് സച്ച് ആസ് മെഡിറ്റേഷൻ, പ്രെയർ ആൻഡ് ദ റിച്വൽസ്. നമുക്ക് ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളുണ്ട്, അതിനകത്ത് ഒരു അവബോധം വേണം, അതിനകത്ത് കുറച്ച് ഉൾക്കാഴ്ചകളുണ്ട്. എന്നിവ നമുക്ക് ആത്മീയതയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്, നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് പെടുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് തന്നെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്, ധ്യാനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കുറേ അനുഷ്ഠാനങ്ങളൊക്കെ ഇതിനുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭൗതിക മേഖലയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന സമ്പ്രദായങ്ങളാണ്. അപ്പോൾ അതാണ് സ്പിരിച്വാലിറ്റിയിലെ ഒരു ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്ട്സ് പലപ്പോഴും നടന്നിട്ടുണ്ട് ഈ രണ്ട് സബ്ജക്റ്റിനെ കുറിച്ച്. നമ്മൾ ചരിത്രം ഒന്ന് പുറകോട്ട് നോക്കിയാൽ ഈ സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലൊക്കെ ചില സമയത്തൊക്കെ അതിൻ്റെതായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഉദാഹരണം അതിനകത്ത് 2 ഉദാഹരണം എടുക്കാം. ഈ ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്ട്സ് എന്തായിരുന്നു? ഒന്ന് ഗലീലിയോസ് ട്രയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗലീൽസ് സപ്പോർട്ട് ഫോർ ഹെലിസെൻട്രിസം. ഹെലിസെൻട്രിസം ദ ഐഡിയ ദാറ്റ് ദി എർത്ത് orbits the sun. അതാണ് ഹെലിസെൻട്രിസം എന്ന് പറയുന്നത്. was condemned by
the Catholic administration at that time. Okay, when this was Galileo was confronted by the administration, highlighting the clash between the scientific discoveries. അപ്പം ഇതൊരു ചെറിയ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന ആശയം ഗലീലിയോ അവതരിപ്പിച്ചപ്പോൾ അതിന് കുറെ എഗൻസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിരുന്നു. ഇത് പലപ്പോഴും അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങളും ഇതേപോലെ തന്നെ കോൺട്രവേഴ്സറി ഉണ്ട്. അപ്പോൾ ഡാർവിൻസ് ഇവല്യൂഷൻ എന്താന്ന് നമുക്കറിയാം. ചാൾസ് ഡാർവിൻസ് തിയറി ഓഫ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ഫേസ് ഒപ്പോസിഷൻ ഫ്രം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് ഇറ്റ് ചലഞ്ച് ട്രഡീഷണൽ ബിലീഫ്സ് about creation and the origins of life. അപ്പം ഈ പരിണാമ സിദ്ധാന്തവും എതിർപ്പ് നേരിട്ടതിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ അതിന്റെ സൃഷ്ടിയെക്കുറിച്ചും ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പരമ്പരാഗത വിശ്വാസങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഡാർവിൻസ് തിയറിയൊക്കെ വന്നത്. അങ്ങനെയാണ് ഈ ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്ട്സ് ഈ രണ്ട് കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. പിന്നെ വേറൊരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കില്ല. പിന്നെ ഒരു കാലഘട്ടം വന്നിരുന്നു, ഒരു എൻലൈറ്റ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇതിനെ രണ്ടുപേരും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് സയന്റിഫിക് സസ്പിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെക്കുറിച്ച് ഒരു ജ്ഞാനോദയ കാലഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ജ്ഞാനോദയ കാലഘട്ടത്തിൽ യുക്തി ഉണ്ടായിരുന്നു, ശാസ്ത്രം ഉണ്ടായിരുന്നു, ഭൗതിക അന്വേഷണം എന്നിവയിൽ കൂടുതൽ ഊന്നൽ നൽകിയ കാലത്തെയാണ് ശരിക്കും എൻലൈറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. അതിന്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ദി എൻലൈറ്റ്മെന്റ് ഏരിയ മാർക്ക് എ പീരീഡ് ഓഫ് ഇൻക്രീസ്ഡ് എംഫസിസ് ഓൺ റീസൺ, സയൻസ് ആൻഡ് ഇന്റലക്ച്വൽ ഇൻക്വയറി. ദിസ് ലീഡ് ടു എ ഗ്രോയിങ് skepticism of religious and spiritual belief that could not be empirically verified. അതായത് ഈ ഭൗതികമായിട്ടുള്ള അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ എന്നിവയ്ക്ക് അതായത് ഈ ശാസ്ത്രീയ കാലഘട്ടത്തില്, ജ്ഞാനോദയ കാലഘട്ടത്തിലെ യുക്തി, ശാസ്ത്രം എന്നിവ പെടുത്താത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ചായിരുന്നു നമുക്ക് സയൻസ് പറഞ്ഞതെങ്കിൽ അത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വിശ്വാസങ്ങളെ കുറിച്ച്, ആത്മീയമായ വിശ്വാസങ്ങളെ കുറിച്ച് സയൻസും ഉണ്ടായിരുന്ന കാലങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് കൂട്ടിയോജിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് വേറൊരു ഇതിന്റെ ഒരു എൻലൈറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മതേതരത്വവും ഇത് കുറച്ചൊക്കെ ഇത് വളർത്തിയിട്ടുണ്ട്. സെക്യുലറിസം, the rise of secularism further deepened and the perceived divide between science and spirituality as society began to prioritize scientific explanation over spiritual or religious ones. അപ്പോൾ അതാണ് സമൂഹം ആത്മീയതോ മതപരമായ വിശദീകരണങ്ങളെക്കാൾ ശാസ്ത്രീയ വിശദീകരണങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ. അപ്പൊ അതൊരു മതേതരത്തിന്റെ ഭാഗമായി മാറിയപ്പോഴാണ് സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിൽ യോജിച്ചു പോകാൻ കഴിയുമെന്നുള്ള ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കി തുടങ്ങി. അതിനെക്കുറിച്ച് പിന്നീട് കുറെ കാലഘട്ടങ്ങളിലായിട്ട് കുറച്ച് അതിനുള്ള എവിഡൻസും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്തത്, ഇതിനുള്ള കോമൺ ഗ്രൗണ്ട് ഉണ്ട്. സ്പിരിച്വാലിറ്റിയും സയൻസും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നോക്കിയാൽ അത് നമുക്ക് 3 പോയിന്റ് നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ പറ്റും. എന്താണ് ഇവർ കോമൺ ആയിട്ടുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും? സ്പിരിച്വാലിറ്റി ആൻഡ് ദ സയൻസ് ബോത്ത് സ്പീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് റിയാലിറ്റി, അതാണ്, ആൻഡ് എക്സിസ്റ്റൻസ്. അപ്പോൾ യാഥാർത്ഥ്യത്തിന്റെയും അസ്തിത്വത്തിന്റെയും സ്വഭാവം മനസ്സിലാക്കാൻ ശാസ്ത്രവും ആത്മീയതയും ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെ ദ ക്വസ്റ്റ് ഫോർ ട്രൂത്ത്, നോളജ് ആൻഡ് മീനിങ്, സത്യം അറിയുക, അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന അന്വേഷണവും ഈ രണ്ട് കാര്യത്തിലും ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ദി അപ്രിസിയേഷൻ ഓഫ് മിസ്റ്ററി ആൻഡ് വണ്ടർ ഓഫ് ദി യൂണിവേഴ്സ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരുപാട് മിസ്റ്ററികളുടെ ഒരു എന്താണ് അക്യുമുലേഷനാണ് പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് കോമൺ ആണ് രണ്ടിനും. അപ്പൊ ഇതിലേക്കാണ് സയൻസും സ്പിരിച്വാലിറ്റിയും എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അത് നമുക്ക് ഒരു മെയിൻ 3 പോയിന്റിൽ കൂടെ ഇതിനെ കാണാൻ പറ്റും. എന്താണ് കോമൺ ആയിട്ട് രണ്ടിനും ഉള്ളത് എന്നാണ് ആദ്യം. അപ്പൊ നമ്മൾ ഇതിനെ ഞാൻ ഇത് കണക്ട് ചെയ്ത് ഒരു ചെറിയൊരു ടേബിൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളില് സയൻസിലും സ്പിരിച്വാലിറ്റിയിലെ കോമൺ ആയിട്ടുള്ള കുറെ കീ പോയിന്റ്സ് ഉണ്ട്. അതിനുള്ള അപ്രോച്ച് എങ്ങനെയാണ്, സയൻസിനും സ്പിരിച്വാലിറ്റിക്കും അതിന്റെ ഗോൾ എന്താണ്, അതെങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സമീപനം, മെത്തേഡ് എന്താണ്, അതിന്റെ ഔട്ട്കം എന്താണ്. നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ എംപിരിക്കൽ എവിഡൻസ് വേണം, എക്സ്പെരിമെന്റേഷൻ വേണം, അതാണ് അതിന്റെ അപ്രോച്ച്. ആൻഡ് ഒബ്സർവേഷൻ ടു എക്സ്പ്ലെയിൻ നാച്ചുറൽ ഫിനോമിന. അപ്പൊ പ്രതിഭാസങ്ങളെ കുറിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എവിഡൻസിൽ കൂടെ മാത്രമാണ് സയൻസ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ, അതേസമയം സ്പിരിച്വാലിറ്റിയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് എംബ്രേസസ് പേഴ്സണൽ എക്സ്പീരിയൻസസ്, വ്യക്തിപരമായ അനുഭവങ്ങളാണ്. അതിനകത്തൊരു അവബോധമുണ്ട്, വിശ്വാസങ്ങളുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് ഇതിലെ അപ്രോച്ചിലെ സ്പിരിച്വാലിറ്റിയിലുള്ളത്. ഇനി നമുക്ക് അതിന്റെ ഗോളുകൾ, സയൻസിന്റെ എന്തൊക്കെയാണ് ഗോൾ എന്ന് നോക്കിയാൽ, ബിൽഡ് ഓൺ ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി യൂണിവേഴ്സ്. അപ്പോഴെപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇതിന്റെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് സയൻസ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. അതിന്റെ കുറെ നിയന്ത്രിക്കുന്ന കുറെ നിയമങ്ങളും ഒക്കെ അനാവരണം ചെയ്യാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതിന്റെ ഒരു seek meaning, purpose and connection with the higher power or the divine. അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ഉദ്ദേശം, ഗോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉയർന്ന ശക്തിയോ അതിന്റെ അർത്ഥങ്ങളോ ഒക്കെ, ലോകത്തിലുള്ള പ്രാപഞ്ചികമായിട്ടുള്ള അർത്ഥമോ ഒക്കെ മനസ്സിലാക്കുക, ഇതുപോലെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഈ സ്പിരിച്വാലിറ്റിയുടെ ഗോള്. അപ്പൊ അതെങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ്, അതിന്റെ രീതി എന്ന് നോക്കിയാൽ, സയന്റിഫിക് മെത്തേഡ് ഇൻക്ലൂഡിങ് ഹൈപ്പോത്തസിസ് ഫോർമേഷൻ, എക്സ്പെരിമെന്റേഷൻ ആൻഡ് അനാലിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പരീക്ഷണം വേണം, അതിനെക്കുറിച്ചൊരു വിശകലനം വേണം. അതിൽ കൂടെയൊക്കെയാണ് സയൻസിലെ കാര്യങ്ങളൊക്കെ എപ്പോഴും അതിനെ അനാലിസിസ് ചെയ്യാറുള്ളത്. അതേസമയം സ്പിരിച്വാലിറ്റി ഇൻവോൾവ്സ് പ്രാക്ടീസസ് ലൈക്ക് മെഡിറ്റേഷൻ, നമുക്കറിയാം, പ്രെയർ ഉണ്ട്, ആൻഡ് റിച്വൽസ് ടു എക്സ്പ്ലോർ ഇന്നർ കോൺഷ്യസ്നസ് ആൻഡ് മെറ്റാഫിസിക്കൽ റിലാം. അപ്പോൾ നമുക്കുള്ള ഒരു ആന്തരിക ബോധമുണ്ട്, ആധ്യാത്മിക മേഖലയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ട് ധ്യാനം, അല്ലെ പ്രാർത്ഥന, ആചാരങ്ങൾ തുടങ്ങിയ സമ്പ്രദായങ്ങളാണ് സ്പിരിച്വാലിറ്റിയിൽ എപ്പോഴും കാര്യങ്ങളെ അവലോകനം ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സയൻസിൽ നമുക്ക് കാണാം, സയൻസ് പ്രൊവൈഡ് സോളിഡ് മെഷറബിൾ ഇൻസൈറ്റ്സ് ഇൻ ടു ദ ഫിസിക്കൽ വേൾഡ്. അപ്പോൾ സയൻസിൽ കൂടെ ഇങ്ങനെ ചെയ്യുന്ന എക്സ്പെരിമെന്റുകളുടെയൊക്കെ ഫലം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള വ്യക്തമായ അളക്കാവുന്ന പല ഉൾക്കാഴ്ചകളും സയൻസ് പ്രൂവ് ചെയ്യും. At the same time, the spirituality offers profound insights into the nature of existence and interconnectedness of all life. അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത അതാണ്, നമ്മുടെയൊക്കെ ഒരു അസ്തിത്വത്തെക്കുറിച്ചുള്ള പരസ്പര ബന്ധം, ഇന്റർകണക്റ്റഡ്നെസ്സിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ കൂടെ നമുക്ക് കാണാനും നേടാനും ഒക്കെ പറ്റുന്നത്. ഇപ്പൊ ഞാൻ ഈ ടേബിളിൽ കൂടെ ഉദ്ദേശിച്ചത് ഈ കീ പോയിന്റ്സ് ആയിട്ടുള്ള അപ്രോച്ച്, അതിന്റെ ഗോള്, മെത്തേഡ്, ഈ 2 കാര്യങ്ങൾ എങ്ങനെ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു അപ്രോച്ച് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ടേബിളിൽ കൂടെ ഈ കാര്യങ്ങളെ ഞാൻ ഒരു അപഗ്രഥനം നടത്തിയത്. അടുത്ത് നമുക്ക് നോക്കാം, കുറെ കേസ് സ്റ്റഡീസ് നമുക്ക് ഈ ഇതിനെക്കുറിച്ച് പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. സയൻസിൽ എന്താണ്, ഞാൻ എപ്പോഴും ക്വാണ്ടം ഫിസിക്സിന്റെയും കോൺഷ്യസ്നെസിന്റെയും കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറയുന്നു. ക്വാണ്ടം മെക്കാനിക്സ് സജസ്റ്റ് ഡീപ്പർ കണക്ഷൻ ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് ദി ഒബ്സർവർ. അപ്പൊ അതിനാണ് അതിന്റെ എക്സാമ്പിൾ ഉണ്ട്, ദി ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയും. That demonstrate the role of the observer in determining the outcome of the quantum event. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിലും ഫിസിക്സിലും ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റും ഒരു ഒബ്ജക്റ്റും ഉണ്ട്. അപ്പൊ അത് തമ്മിൽ ഇന്റർകണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ ഈ കേസ് സ്റ്റഡിയിൽ കൂടെ ക്വാണ്ടം ഫിസിക്സിലും കോൺഷ്യസിനെ കുറിച്ചുള്ള കണക്റ്റഡ്നെസ് പറയുന്നത്. അതിന്റെ ഇംപ്ലിക്കേഷൻ, it suggests a potential link between consciousness and the fundamental nature of the reality. അപ്പോൾ
അവിടെ ഈ ക്വാണ്ടം ഫിസിക്സിന്റെ ഫലവും നിർണ്ണയിക്കുന്നതിൽ നിർണ്ണയൻ ഞാൻ പറഞ്ഞു, സബ്ജക്റ്റ് ഉണ്ട്, ഓബ്ജക്റ്റ് ഉണ്ട്, അത് വ്യക്തമായിട്ട് പ്രകടമാക്കുന്നുണ്ട്. അതിന്റെ ഒരു അർത്ഥം എന്താണ് നമ്മൾ അതിൽ കൂടെ മനസ്സിലാക്കുന്നത്, നമുക്കുള്ള അതിന്റെ ബോധവും യാഥാർത്ഥ്യത്തിന്റെ ഒരു സ്വഭാവം തമ്മിലുള്ള ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വേറൊരു കേസ് സ്റ്റഡി ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ട്, മൈൻഡ്ഫുൾനെസ് ആൻഡ് ന്യൂറോ സയൻസ്. ഇതാണ് സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രകടമായി കാണാൻ പറ്റുന്ന ഏറ്റവും പ്രകടമായ സ്പിരിച്വാലിറ്റിയിലെ കാര്യം എന്താണ്? മൈൻഡ്ഫുൾനെസ് ആൻഡ് ന്യൂറോ സയൻസ്. അപ്പോഴും സയൻസ് വന്നതിനകത്ത് മൈൻഡ്ഫുൾനെസ്സും വന്നു. അപ്പൊ അങ്ങനെ അത് രണ്ടും ഇന്റർകണക്റ്റഡ് ആണ്. ഹൗ മെഡിറ്റേഷൻ പ്രാക്ടീസസ് അഫക്ട് ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. നമുക്കറിയാം, മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ സ്ട്രക്ചർ നമ്മുടെ ന്യൂറോ പാത്തിലും ന്യൂറോ സയൻസിലും നമ്മുടെ ന്യൂറോൺസിലും ഒക്കെ ഉണ്ടാക്കുന്ന വ്യതിചലനങ്ങളെ കുറിച്ച് ഒരുപാട് വ്യക്തമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. റിസർച്ച് ഷോസ് ദാറ്റ് റെഗുലർ മെഡിറ്റേഷൻ ക്യാൻ ഇൻക്രീസ് ഗ്രേ മാറ്റർ ഇൻ ദ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഗ്രേ മാറ്ററിലെ ഒരുപാട് പ്രത്യേകതകൾ അവിടെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് മെഡിറ്റേഷൻ ചെയ്താലുള്ള അതിന്റെ ഗുണം. അപ്പൊ അതാണ് ന്യൂറോ സയൻസിൽ ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസും ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇംപ്രൂവിങ് ഇമോഷണൽ റെഗുലേഷൻ ആൻഡ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ധ്യാന രീതികൾ ശരിക്കും നമ്മുടെ മസ്തിഷ്ക ഘടനയൊക്കെയാണ് വളരെ പോസിറ്റീവായ രീതിയിൽ അതിനെ ബാധിക്കുന്നുള്ള കാര്യം നമുക്ക് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സ്പിരിച്വൽ പ്രാക്ടീസസ് ഹാവ് ഫിസിക്കൽ മെഷറബിൾ ബെനിഫിറ്റ്സ് ഫോർ മെന്റൽ ഹെൽത്ത്. അതാണ് അപ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിന് പതിവായിട്ടുള്ള ധ്യാനം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ മെന്റൽ ഹെൽത്തും എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ കേസ് സ്റ്റഡികൾ കണ്ടിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഹൗ സയന്റിഫിക് ഡിസ്കവറീസ് ആൻഡ് സ്പിരിച്വൽ ബിലീഫ് കോ എക്സിസ്റ്റ്, അത് ഞാൻ ആദ്യം പറഞ്ഞു തമ്മിലുള്ള എങ്ങനെയുള്ള ഈ കോ എക്സിസ്റ്റൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കോംപ്ലിമെന്ററി അപ്രോച്ച്. സയൻസ് യൂസസ് എംപിരിക്കൽ എവിഡൻസ് വൈൽ സ്പിരിച്വാലിറ്റി റിലൈസ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ്. അതാണ് ഒരു ഇതിന്റെ കോ എക്സിസ്റ്റൻസ്. ശാസ്ത്രീയ പരസ്പര പൂർവകങ്ങളാവുന്നത് ശാസ്ത്രം അനുഭവപരമായ തെളിവുകൾ ഉപയോഗിക്കുന്നത്, അതേസമയം ആത്മീയത നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ കോ എക്സിസ്റ്റൻസ് നമുക്ക് രണ്ട് കാര്യങ്ങളിൽ കാണാൻ പറ്റുന്നത്. ഇപ്പൊ പ്രാക്ടീസ് ഓഫ് റേക്കി, അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, റേക്കി എന്ന് പറഞ്ഞ ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. ദ പ്രാക്ടീസ് ഓഫ് റേക്കി, എ സ്പിരിച്വൽ ഹീലിംഗ് ടെക്നിക്, ഈസ് ബീങ് സ്റ്റഡീഡ് സയന്റിഫിക്കലി ഫോർ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഹെൽത്ത് ബെനിഫിറ്റ്സ്. റേക്കിയെ കുറിച്ച് ഇതിന്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സയന്റിഫിക് ബെനിഫിറ്റ്സ് എങ്ങനെയാണ് മനുഷ്യർക്ക് കിട്ടുന്നതിനെ കുറിച്ചുള്ള വളരെ അഗാധമായ പഠനങ്ങൾ, അത് രോഗശാന്തിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ച് എംപിരിക്കൽ എവിഡൻസസ് അടക്കമുള്ള കുറെ കാര്യങ്ങൾ റേക്കിയെ കുറിച്ച് വന്നിട്ടുണ്ട്. അത് ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിന് കോമൺ ഗോൾസ് എന്താണ് ഇത് രണ്ടിന്റെയും ചോദിച്ചു കഴിഞ്ഞാൽ, ബോത്ത് എയിം ടു അണ്ടർസ്റ്റാൻഡ് ദി യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. രണ്ടും ചെയ്യുന്നത് ഒരേ കാര്യമാണ്. ബോത്ത് എയിം ടു അണ്ടർസ്റ്റാൻഡ് ദി യൂണിവേഴ്സ്, പ്രപഞ്ചവും മനുഷ്യരുടെ എങ്ങനെയാണ് എക്സിസ്റ്റൻസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് രണ്ടും പറയുന്നത്. പ്രൊവൈഡിങ് എ ഹോളിസ്റ്റിക് വ്യൂ വെൻ കമ്പൈൻഡ് ഈച്ച് അതർ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കോമൺ ഗോൾസ് വരുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എൻവയറമെന്റൽ എക്സാമ്പിൾ തന്നെയാണ്. എൻവയറമെന്റൽ സയൻസ് ആൻഡ് ഇൻഡിജിനസ് സ്പിരിച്വൽ ബിലീഫ്സ് ബോത്ത് എംഫസൈസ് ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് ഓൾ ലൈഫ്. നമുക്ക് പരിസ്ഥിതി ശാസ്ത്രവും, അതായത് എൻവയറമെന്റൽ സയൻസ് ഉണ്ട്, പിന്നെ ആത്മീയ വിശ്വാസങ്ങളും കണക്റ്റഡ് ആവുന്നതെന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പരസ്പര ബന്ധമുള്ളതാണെന്നുള്ളതാണ് ഈ പിന്നെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തത് ഇതിന്റെ മ്യൂച്വൽ എൻറിച്ച്മെന്റ് എന്താണ്, നമുക്ക് പരസ്പരമായിട്ട് ഇതെന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഒരു 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 ബെനിഫിറ്റ്സ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ എൻറിച്ച്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട്. സയൻസ് എൻലൈറ്റിംഗ് സ്പിരിച്വാലിറ്റി, അതാണ് സയൻസ് തീർച്ചയായിട്ടും ശാസ്ത്രം ആത്മീയതയെ പ്രബുദ്ധമാക്കുന്നു. ഈ സയന്റിഫിക് ഡിസ്കവറീസ് ഇൻസ്പയർ റിവറൻസ്, ഭക്തി ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഡീപ്പൻ സ്പിരിച്വൽ അപ്രിസിയേഷൻ, ശാസ്ത്രീയ കണ്ടെത്തലുകൾ ശരിക്കും ഭക്തിയെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ആത്മീയ വിലമതിപ്പ് അത് ആഴത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. സയൻസ് അങ്ങനെയാണ്.
സ്പിരിച്വാലിറ്റി എൻറിച്ച്. ഇനി തിരിച്ചുകൊണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് ഒരു ഹിഗ്സ് ബോസൺ എന്ന് പറഞ്ഞ ഒരു തിയറിയിൽ കൂടെ പാർട്ടിക്കിൾസിനെ, ഗോഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നിട്ടുള്ളൊരു സയൻസിന്റെ എവിഡൻസ് തന്നെ അതിനകത്ത് വന്നിട്ടുണ്ട്. ദാറ്റ് ഹാസ് ഇൻസ്പയർഡ് സ്പിരിച്വൽ റെസ്പെക്ട് അബൌട്ട് യൂണിവേഴ്സ് ഫണ്ടമെന്റൽ സ്ട്രക്ചർ. അതാണ് ഈ സയൻസ് നമ്മുടെ സ്പിരിച്വാലിറ്റി എൻറിച്ച് ചെയ്തതിനുള്ള ഒരു തെളിവായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അടുത്തത് തിരിച്ചുമാണ്, സ്പിരിച്വാലിറ്റി ഗൈഡിങ് സയന്റിഫിക് എൻക്വയറി. അതെന്താണ്? സ്പിരിച്വൽ beliefs often inspire scientists to explore new frontiers and ask profound questions. ഇതിന് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ദി കൺസെപ്റ്റ് ഓഫ് ഗല ഹൈപ്പോത്തസിസ് പ്രപ്പോസ്ഡ് ബൈ ജെയിംസ് ലോക്ക്. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നു. സജസ്റ്റിംഗ് ദാറ്റ് എർത്ത് ഫംഗ്ഷൻ ആസ് എ സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റം വാസ് ഇൻസ്പയർഡ് ബൈ സ്പിരിച്വൽ വ്യൂസ് ഓഫ് ദി പ്ലാനറ്റ് ആസ് എ ലിവിങ് ഓർഗാനിസം. അപ്പൊ ഈ ദൈവകണിക എന്ന് അറിയപ്പെടുന്ന ഈ ഹിഗ് ബോസോണിന്റെ കണ്ടെത്തല് പ്രപഞ്ചത്തിന്, അതെന്താണ്, പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള ആത്മീയ ഒരു റെസ്പെക്റ്റ് ആണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആത്മീയത ഈ പറയുന്ന കാര്യത്തിൽ എങ്ങനെയാണ് സയന്റിഫിക് സ്പിരിച്വാലിറ്റിയെ അത് ഗൈഡ് ചെയ്യുന്നുണ്ടുള്ള ഒരു തിയറിയാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തത് ഇതിന്റെ മോഡേൺ പെർസ്പെക്റ്റീവ്സ് എന്താണ്? നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത്, സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ അഭിപ്രായത്തില് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? സ്റ്റീഫൻ ഹോക്കിംഗ് emphasized the coexistence of scientific and spiritual wonder towards the universe. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ശാസ്ത്രീയവും ആത്മീയവുമായ അത്ഭുതത്തിന്റെ സഹവർത്തിത്വം ആണ് അദ്ദേഹം പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഊന്നൽ നൽകിയത്. ആത്മീയവും അതിൻ്റെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്, അത് യൂണിവേഴ്സൽ അത്ഭുതങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പൊ അത് രണ്ടും കോ എക്സിസ്റ്റൻസ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ബിലീവ്ഡ് ഇൻ എ കോസ്മിക് റിലീജിയോസിറ്റി. അദ്ദേഹം അതിന് വളരെ എപ്പോഴും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ബിലീഫ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദാറ്റ് സെലിബ്രേറ്റ്സ് ഓർഡർ ആൻഡ് ഹാർമണി ഓഫ് ദ യൂണിവേഴ്സ്. അപ്പം പ്രപഞ്ചത്തിന്റെ ഒരു മതം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ ഈ രണ്ട് കാര്യം കൂടെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളൊക്കെയും എപ്പോഴും ഇത് രണ്ടുമായിട്ടും കണക്ട് ചെയ്യാനുള്ള ഒരു പല പരീക്ഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുമുണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് ഇതിന്റെ കീ ഏരിയാസ് ഓഫ് ഇന്റർസെക്ഷൻ നോക്കുക. ഈ സ്പിരിച്വാലിറ്റിയുടെയും സയൻസിന്റെയും കീ ഏരിയാസ് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ക്വാണ്ടം ഫിസിക്സ് വളരെ ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ക്വാണ്ടം ഫിസിക്സിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കൺസെപ്റ്റ്സ് ലൈക്ക് എൻടാങ്കിൾമെന്റ് ആൻഡ് നോൺ ലൊക്കാലിറ്റി റെസൊണേറ്റ് വിത്ത് സ്പിരിച്വൽ ഐഡിയാസ് ഓഫ് ഇന്റർകണക്റ്റഡ്നെസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്വാണ്ടം ഫിസിക്സിലെ പരസ്പര ബന്ധിതമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇന്റർകണക്റ്റഡ്നെസ്സിനെ കുറിച്ചാണ് ക്വാണ്ടം ഫിസിക്സിൽ അധിക കാര്യങ്ങളും. പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വാണ്ടം ഫിസിക്സിന്റെ കൺസെപ്റ്റ് തന്നെ. നമുക്കതുപോലെ ഒരു കോൺഷ്യസ് സ്റ്റഡീസ് പറയുന്നത് ഇതും ഒരു ഇന്റർസെക്ഷനാണ്. എക്സ്പ്ലോറിംഗ് ദി നേച്ചർ ഓഫ് കോൺഷ്യസ്നസ് ബ്രിങ്സ് സയൻസ് ആൻഡ് spirituality together in understanding the mind and its connection to the universe. അപ്പൊ നമുക്ക് ഈ ഒരു ബോധ പഠനം എന്നുള്ള രീതിയിൽ അതിന്റെ സ്വഭാവവും അതിനെ നമ്മൾ കുറിച്ചുള്ള ഒരു പരിവേഷണം ചെയ്യുന്നതിലൂടെയും മനസ്സിനെയും പ്രപഞ്ചത്തെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബന്ധമുണ്ട്. അത് മനസ്സിലാക്കുന്നതിൽ ശാസ്ത്രീയതയും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ കോൺഷ്യസ്നസ് സ്റ്റഡീസിനെ കുറിച്ചുള്ള എല്ലാ കൺസെപ്റ്റുകളും നമുക്ക് കാണാൻ പറ്റും. അടുത്തത് കോംപ്ലിമെന്ററി നേച്ചർ. സയന്റിഫിക് ഡിസ്കവറീസും സ്പിരിച്വൽ ബിലീഫ്സും
പല കാര്യങ്ങളും പല കോംപ്ലിമെന്ററി ആയിട്ടുള്ള പല കാര്യങ്ങളും ഒരേപോലെ ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് സയന്റിഫിക് ഡിസ്കവറി നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഹൗ ആൻഡ് വാട്ട് ഓഫ് ഫിനോമിന. നമ്മൾ സയന്റിഫിക് കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നോക്കുന്നത്. എന്ത് ആണ് ഈ പ്രതിഭാസങ്ങൾ നടക്കുന്നതിൽ എങ്ങനെ നടക്കുന്നു, എന്ത് നടക്കുന്നതിനെ കുറിച്ച് സയന്റിഫിക് ഡിസ്കവറീസ് നോക്കുമ്പോൾ സ്പിരിച്വൽ ബിലീഫ് നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഓഫർ ഇൻസൈറ്റ്സ് ഇൻ ടു ദ വൈ ആൻഡ് ദ മീനിങ് ബിഹൈൻഡ് ദോസ് ഫിനോമിന. പ്രതിഭാസങ്ങളിലെ കാര്യങ്ങളെ നോക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് സ്പിരിച്വൽ ബിലീഫ് നോക്കുന്നത്. അതിന്റെ 2 ഉദാഹരണങ്ങളെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഈ സയന്റിഫിക് ഡിസ്കവറിയിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ട്, DNA സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്ന പ്രതിഭാസങ്ങളിൽ കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ സ്പിരിച്വൽ ബിലീഫ് മെഡിറ്റേഷന് അതും കോൺഷ്യസ്നെസ് ഉണ്ട്, റിച്വൽസ് ഉണ്ട്, സെറിമണീസ്. അപ്പൊ ഇങ്ങനെയാണ് ഈ സ്പിരിച്വൽ ബിലീഫ്സും സയന്റിഫിക് ഡിസ്കവറീസും തമ്മിലുള്ള നമ്മുടെ പ്രപഞ്ചത്തിൽ ഉള്ള ഒരു കണക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ വിശദീകരണവും അതിന്റെ ഉദാഹരണങ്ങളും ആണ് ഞാൻ ഈ 2 കാര്യത്തിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത്രയും നേരം നമ്മൾ പറയുന്നത് രണ്ടും കുറെ കാലങ്ങളായിട്ട് ഈ 2 കാര്യത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ കാലങ്ങളിലായി നടക്കുന്ന കാലങ്ങളാണ്. പക്ഷെ കുറച്ചു കാലമായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഒന്ന് ഉണ്ട് ശരിക്കും പറഞ്ഞ 2 കാര്യത്തിലും. പക്ഷെ അത് പലരുടെയും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളിൽ കൂടെയും പല കണ്ടുപിടുത്തങ്ങളിൽ കൂടെയൊക്കെയാണ് അതിനുള്ള ഗ്യാപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇതിനെക്കുറിച്ചൊരു അവബോധം കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്നുള്ളതാണ്. ഈ ഗ്യാപ്പ് കുറയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇന്റഗ്രേഷൻ ഇൻ എഡ്യൂക്കേഷൻ, പ്രൊമോട്ടിങ് ഇന്റർഡിസിപ്ലിനറി സ്റ്റഡീസ് ദാറ്റ് ഇൻക്ലൂഡ് ബോത്ത് സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ ശാസ്ത്രീയവും ആത്മീയവുമായ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഡയലോഗ് ആൻഡ് കൊളാബറേഷൻ, എൻകറേജിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ സയന്റിസ്റ്റ് ആൻഡ് സ്പിരിച്വൽ ലീഡേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് എപ്പോഴും പലപ്പോഴും ചരിത്രപരമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ പലപ്പോഴും ഇതിന് ബന്ധപ്പെടാത്ത രീതിയിലാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഡയലോഗ് വീണ്ടും നമുക്കിങ്ങനെ സംഭാഷണങ്ങൾ കൂടെയും, അതായത് സയന്റിസ്റ്റുകളും സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നതും തമ്മിലുള്ള സംഭാഷണവും അക്കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇനിയും വളരെ ഉണ്ടെങ്കിൽ അത് ലോകത്തിലെ പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടും. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടെങ്കിൽ അത് മനുഷ്യകതയ്ക്കും നമ്മുടെ പ്രപഞ്ചത്തിനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ഗുണങ്ങൾ കിട്ടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരും എന്താണ് ആത്മീയ നേതാക്കളും തമ്മിലുള്ള ഒരു ചർച്ചകളൊക്കെ ഇതിനെക്കുറിച്ച് നടന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും ഒക്കെ വരും. നേരത്തെ സാബു സാറൊക്കെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചുള്ള അവബോധം, പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള അവബോധം അടുത്ത കാലത്തായിട്ട് പല രംഗങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ളതും അത് മനുഷ്യരെ എങ്ങനെയാണ് സഹായിക്കും. ഇപ്പം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, അത് ആത്മീയതയുമായിട്ട് അതിന് ബന്ധമുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ സഹായിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഈ 2 വിഭാഗത്തിൽപ്പെടുന്ന ഇതിനെ കൈകാര്യം ചെയ്യുന്ന ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ തമ്മിലുള്ള സംഭാഷണങ്ങളും അതിനുള്ള ചർച്ചകളും ഒക്കെ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാനവികതയ്ക്ക് നമുക്ക് ഗുണം കിട്ടുന്ന പല കാര്യങ്ങളും 2 കാര്യം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു ഉപസംഹാരമായി പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, by embracing both scientific and spiritual perspectives, we can achieve a more comprehensive understanding of the world. അതാണ് നമുക്ക് ശാസ്ത്രീയവും ആത്മീയവുമായ വീക്ഷണങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. നമുക്ക് ലോകത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ധാരണ നേടാൻ കഴിയും. അപ്പോൾ അത് സയൻസ് ക്യാൻ ബെനിഫിറ്റ് ഫ്രം എത്തിക്കൽ ആൻഡ് ഹോളിസ്റ്റിക് ഇൻസൈറ്റ്സ് ഓഫ് സ്പിരിച്വാലിറ്റി. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പോൾ ആത്മീയതയുടെ ഒരു ധാർമ്മിക സമഗ്രമായ ഉൾക്കാഴ്ചയുടെ ശാസ്ത്രത്തിന് പ്രയോജനം കിട്ടും. സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സയൻസിനെ എൻഹാൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും സ്പിരിച്വാലിറ്റിയിൽ നിന്ന് കിട്ടുമെന്നും,
രണ്ടാമത്തെ സ്പിരിച്വാലിറ്റി ക്യാൻ ബി എൻറിച്ച്ഡ് ബൈ ദി നോളജ് ആൻഡ് ഡിസ്കവറീസ് ഓഫ് ദ സയൻസ്. അപ്പോൾ ഈ സയൻസിൽ കൂടെ നടത്തുന്ന പരീക്ഷണങ്ങളിൽ കൂടെ ഒക്കെ നടത്തുന്ന കണ്ടുപിടുത്തങ്ങൾ തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റിയെ ഹെൽപ്പ് ചെയ്യും. അത് എത്രമാത്രം പ്രാക്ടിക്കലാണ്, അത് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ നമുക്ക് ആത്മീയതയിൽ എങ്ങനെ ഉൾക്കൊള്ളിക്കാം, അല്ലെ അതിൻ്റെ വീക്ഷണങ്ങൾ ഒരുമിച്ച് ചേർത്താൽ അത് നമുക്ക് എങ്ങനെ അത് ബെനിഫിഷ്യൽ ആകാമെന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്താൽ എന്ത് പറ്റും? ടുഗദർ they can foster a deeper appreciation for the mysteries of the existence and guide us towards a more harmonious and enlightenment way of living. ഇതാണ്. അപ്പൊ അതിന്റെ ഗുണം എന്താണ്? നമ്മൾ രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ നമ്മൾ ഈ അസ്തിത്വത്തിന്റെ കുറെ നിഗൂഢതകളൊക്കെ ഉണ്ട്. അപ്പം ആ നിഗൂഢതകളോട് ആഴത്തിലുള്ള നമുക്കൊരു മതിപ്പ് വളർത്തുകയും ചെയ്യും. കൂടുതൽ പ്രബുദ്ധമായ ഒരു ജീവിത രീതി ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് അതിന്റെ ആശയങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ മനുഷ്യരുടെ ജീവിത രീതിക്ക് ഒരു നന്മ നയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ കൂടെ ഞാൻ ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നേരവും എന്നെ കേട്ടിരുന്ന എപ്പോഴത്തെമാരി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും പേര് സമയം ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇതിന്റെ മറ്റുള്ള ചർച്ചകളിലേക്ക് സാബു സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. എനിക്ക് വേറെ സെഷൻ ഹാൻഡിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം സാബു സാറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരവും നേരം. താങ്ക് യു സാർ. താങ്ക് യു മനോജ് സാർ. വളരെ മനോഹരമായിട്ട് ഒരു സിനർജി, എന്താ പറയുക, ഒരു അബ്സ്ട്രാക്ട് വ്യൂ നമ്മൾ കിട്ടുകയാണ്. 4 കീ പോയിന്റ്സ് സാർ പറഞ്ഞു. സ്പിരിച്വാലിറ്റിയും അതുപോലെ തന്നെ സയൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ വേർപെട്ട രീതിയിൽ നിൽക്കുന്ന രീതിയിലുള്ള 4 കീ പോയിന്റ്സിലൂടെയാണ് സാർ അത് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്ത്. ഒന്ന്, അതിൻ്റെ അപ്രോച്ച് തീർച്ചയായിട്ടും എംപിരിക്കൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ആ ഡിഫറൻസുകൾ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഗോളാണ്, എന്തിനു വേണ്ടി. നമുക്കറിയാം ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. പുറകോട്ടൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക ധർമ്മത്തിന് ഒത്തിരി സയൻറ്റിഫിക് റീസൺസ് ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് പ്രോസസ്സ്? നല്ലതിനാണോ ചീത്തതിനാണോ എന്നറിയില്ല, നമ്മുടെ അവസ്ഥ എന്താവും എന്നറിയില്ല. ഇപ്പോൾ ഈ ലാസ്റ്റ് ദിവസം കേട്ട ആർട്ടിക്കിൾ ഉപയോഗിച്ച് പണ്ട് മനുഷ്യൻ എങ്ങനെയാണോ കാട്ടിൽ ജീവിച്ചത് അതേപോലെ തന്നെ കാട്ടിൽ ജീവിക്കേണ്ട അവസ്ഥ വരും. കാരണം AI എന്ന് പറയുന്ന കക്ഷിക്ക് ഭക്ഷണവും വേണ്ട, വിശ്രമവും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകും, മിക്കവാറും കാട്ടിൽ പോകേണ്ടി വരും എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെയും സ്പിരിച്വാലിറ്റിയും സയൻസും തമ്മിലുള്ള കണക്ടിവിറ്റിയൊക്കെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ വരാം. പിന്നെ അതിൻ്റെ മെത്തേഡുകൾ, ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്കം, ഫൈനൽ റിസൾട്ട്. താങ്ക് യു വെരി മച്ച് സാർ, മനോഹരമായി അത് എക്സ്പ്രസ് ചെയ്തതിന്. താങ്ക് യു സാർ. പോകുന്നതിന് മുമ്പ് 1-2 വാക്കുകൾ പെട്ടെന്നൊന്ന് പറയൂ. മോഹൻദാസ് സാർ. സാബു സാറേ, ഇത് കഴിഞ്ഞ ഞങ്ങളുടെ ലൈബ്രറിയിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. BSSലെ സയന്റിസ്റ്റ് അയാളുടെ പ്രൊജക്ടറും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് യൂണിവേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്നും യൂണിവേഴ്സിലുള്ളതിലും ഈ സ്റ്റാറും ഇതിനൊക്കെയുള്ള ഇതും, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെയുള്ള അസ്ട്രോളജി തമ്മിലുള്ള ബന്ധം. അപ്പം അവരൊക്കെ പറയുന്നത് ഈ പറയുന്ന നമ്മൾ പറയുന്ന 27 നക്ഷത്രങ്ങളൊന്നും അവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എത്രയോ ലക്ഷം മൈലുകൾക്ക് അപ്പുറത്തുള്ള ആ ഒരു സ്റ്റാർ നമ്മൾ ജനിക്കുന്നതായിട്ട് എങ്ങനെ അത് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് അവര് അതിന്റെ എക്സ്പെരിമെന്റിലായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറയുന്നതിൽ ഒരു മീനിങ് ഇല്ല എന്നുള്ളതാണ് അവരുടെ സയന്റിസ്റ്റ് ഇത് വരുന്നത്. അതേസമയം സ്പിരിച്വാലിറ്റി ഉള്ള വരുമ്പോൾ പറയാതല്ല, അതിന് ഈ പറഞ്ഞ കോസ്മിക് റേസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ ഇതൊന്നും വലുതായിട്ട് കണക്കാക്കേണ്ടതെന്നുള്ള രീതിക്കാണ്. 27 നക്ഷത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ സഞ്ചാര പദവും അതിന്റെ രീതികളൊക്കെ ഉണ്ടെന്നല്ല. അതുപോലെ ഏത് കാലഘട്ടത്തിലും വളരെ എന്താ പറഞ്ഞ പോലെ പിന്നെ പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ് പിന്നെ വിജ്ഞാനവും. അതേപോലെ തന്നെ നമ്മുടെ സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പിന്നെ സ്പിരിച്വാലിറ്റി തന്നെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടി എന്നതാണ്. അത് ഓരോ മനുഷ്യ ജീവനും
ജീവിതത്തിൽ കൂടി അവര് കണ്ടെത്തിയ തലമുറകൾ കൈമാറിയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ സയന്റിഫിക് അപ്രോച്ചും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നിന്ന് കൃത്യമായിട്ട് ഇന്ന ഇതിൽ പോയി കഴിഞ്ഞാൽ ഫിസിക്സിലോ മറ്റേതിലൊക്കെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രനിലേക്ക് എത്താം എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ മറ്റേതും ഈ രണ്ടും കൂടി ഇന്റർ കണക്റ്റഡ് ആണ്. പക്ഷെ അത് എന്താ പറയുക, ഉൾക്കൊള്ളാനുള്ള പിന്നെ ഇത് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അത്രയ്ക്കുള്ള ഒരു പവർ നമുക്കില്ലായി പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ സാറ് പറഞ്ഞ ഒരു ഔട്ട്ലൈൻ ആയിട്ടുണ്ട്. സയന്റിഫിക് അപ്രോച്ചും സ്പിരിച്വാലിറ്റിയും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. രണ്ട് ഇന്റർ കണക്റ്റഡ് ആണ്. പക്ഷെ അതിന്റെ എവിടെയാണ് അത് കൂട്ടിമുട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. സാർ Thank you, വളരെ sir. നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. കാരണം ഓക്കെ, താങ്ക് യു സാർ. സുലൈമാൻ സാർ, സാർ പോകുന്നതിന് മുമ്പ് ഒരു കമന്റ്സ് പറഞ്ഞാൽ ബാക്കി നമുക്ക് ഡീറ്റെയിൽഡ് ചർച്ച ചെയ്യാം. മനോജ് സാർ, ഇത് കേട്ടു തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായിട്ട് സാർ അത് എത്തിച്ചു. വണ്ടി സ്റ്റേഷനിൽ തന്നെ എത്തിച്ചു. സാർ, സ്പിരിച്വാലിറ്റിയും സയൻസും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടുന്നത് രണ്ട് പക്ഷമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. സ്പിരിച്വാലിറ്റിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആൾക്ക് മറ്റൊന്ന് കേൾക്കുന്നത് തന്നെ അലർജിയാണ്. പക്ഷെ സയൻസ് ഒന്ന് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം നിന്ന് അതിൻ്റെ ശരികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സ്വതന്ത്രരായി ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ അവരിലേക്ക് ഇത്തരം ചിന്തകൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും കഴിയും. പണ്ട് മുഹൂർത്തങ്ങൾ നോക്കുക, ഇറങ്ങുന്ന സമയത്ത് പൂച്ചാടിയോ എലി ചാടിയോ പുലി ചാടിയോ, ഇതൊക്കെ നമുക്ക് കേട്ടുകേൾവിയിലൂടെ പാസ് ചെയ്യപ്പെട്ടതാണ്. ഇന്ന് നാം എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ എന്ത് ചാടിയെന്നല്ല നോക്കുന്നത്, നമ്മുടെ എത്താനുള്ള സ്ഥലത്തെക്കുറിച്ച് സമയത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. അവരും പോയിരുന്നു, നമ്മളും പോയിരുന്നു. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. കാട്ടിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യർ സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും മുൻപിലായിരുന്നു. കാരണം they should have some protection from nature. അപ്പോൾ സൂര്യനാണ് അവരുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ കൊടുത്ത് ചൂടും വെളിച്ചവും നൽകിയിരുന്ന ആ സൂര്യനെ അവർ നമസ്കരിക്കുകയും ആ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും തലപ്പത്ത് സൂര്യനെ കൊണ്ടുവയ്ക്കുകയും ചെയ്തിരുന്നു. മഴ, ഇടിമിന്നൽ, ഇതൊക്കെ തന്നെ ഒരു ശക്തി പ്രഭാവമായി അവരെ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. ശാസ്ത്രം അതിൽ നിന്ന് കുറെ കൂടെ നമ്മളെ പഠിപ്പിച്ച് വന്നപ്പോൾ സൂര്യൻ എന്നുള്ളൊരു നക്ഷത്രമാണെന്നും അതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നു. നമുക്ക് വിശ്വസിക്കാം, ശാസ്ത്രം ഇനിയും കുറച്ച് കാര്യങ്ങൾ. നേരത്തെ സാറ് പറഞ്ഞ ഭൂമി ഉരുണ്ടതാണ് എന്ന് വിശ്വസിച്ച ആളെ ചുട്ടുകരിക്കാൻ പോലും ഈ സ്പിരിച്വാലിറ്റിയുടെ അതോറിറ്റിക്ക് കഴിഞ്ഞു. പക്ഷെ പിന്നീട് അവർ പരിതപിച്ചു. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. ഈ ശരി നാം മനസ്സിലാക്കും. അതുവരെ നമുക്ക് ഇങ്ങനെ ആയിട്ട് പോകാം. നന്നായിരുന്നു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, റോയ് സാർ കൂടെ പറയൂ. സാർ, ഞാൻ ഉലഹന്നാൻ സാറും മോഹൻദാസ് സാറും കൂടെ ചേർത്ത് വെച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ, നമ്മൾ പല കാര്യങ്ങളെയും നോക്കുമ്പോഴും പല സയൻസിൽ കൂടെ നോക്കുമ്പോൾ പല കാര്യങ്ങൾക്കും അതിനുള്ള വ്യക്തമായ തെളിവുകളോ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിൽ കൂടെ അല്ലെങ്കിൽ ആ ആംഗിളിൽ കൂടെ നോക്കുമ്പോഴും പല കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നിൽക്കുന്ന വളരെ സത്യങ്ങളാണ്. പക്ഷെ അതിനൊരു പ്രൂഫ് ചോദിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സയന്റിഫിക് എവിഡൻസ് ആയിട്ടൊന്നും കൊടുത്തില്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിലും പരമമായ സത്യങ്ങളെ കുറിച്ചാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. സ്പിരിച്വാലിറ്റി അങ്ങനെ ഒരു പ്രത്യേകിച്ച് സയന്റിഫിക് ആയിട്ട് ഒരു എവിഡൻസും ഇല്ല. പക്ഷെ അതെല്ലാം പരമസത്യങ്ങളാണ് എന്നുള്ളത് മാത്രം ഒരു കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾക്കെല്ലാം സാർ താങ്ക് യു വെരി മച്ച്. സാബു സാർ, മറ്റുള്ള ചർച്ചകൾ നടക്കട്ടെ. വിത്ത് യുവർ പെർമിഷൻ. താങ്ക് യു സാർ. ജോർജ് സാർ പറഞ്ഞു. താങ്ക് യു സാർ. മനോജ് സാർ, ഒരിക്കൽ കൂടെ അഭിനന്ദനം പറയാതിരിക്കാൻ വയ്യ. ഇത്ര വലിയ വിഷയം, അതിസങ്കീർണം. സാറേ, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പലപ്പോഴും പല പ്രഭാഷണങ്ങളിലൂടെ ഞാൻ കരുതാറുള്ളത്, സാധാരണ മനുഷ്യനൊക്കെ അവന്റെ വിശ്വാസ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുക. അതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അവിടെ ആണ് പ്രശ്നം. യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെ പിന്നിലും ഒരു സയൻസ് ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ ആ സയൻസിനെ ഓരോ മതങ്ങളും മതവൽക്കരിച്ച് മത നേതാക്കന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉദരപൂരണത്തിന് എന്ന് പറഞ്ഞാൽ തെറ്റില്ല.
അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ. ഇപ്പോൾ വാസ്തുശാസ്ത്രം അത് ശാസ്ത്രം തന്നെയാണ് പോലും. ആയുർവേദം അതൊരു വേദം തന്നെയാണ്. അതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായ പല രഹസ്യങ്ങളുണ്ട്. ഇപ്പൊ ആദ്യം സൂചിപ്പിച്ചല്ലോ, നായനാർ സാർ പറഞ്ഞ് നമ്മുടെ നാളും നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ. അതിന്റെ പിന്നിലും ശാസ്ത്രമുണ്ടെന്നാ പറയുന്നത്. ശാസ്ത്രമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് പലരും ഈ നേരത്തെ അപ്പത്തിനുള്ള വഴി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് ഒരു സംശയത്തോട് വീക്ഷിക്കാൻ ഇടവന്നു. അവിടെയാണ് പ്രശ്നമായത് എന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും യെസ്, ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തും ഇങ്ങനെ ഈ പൊന്ന് ഊതിക്കാച്ചി അതിന്റെ മാറ്റ് തെളിക്കും പോലെ നമ്മളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ, കുറച്ചുകൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ. ഇങ്ങനെ ഓരോ സമയത്തുള്ള ആ ചിന്തകളെ ഒന്നോടെ ഒന്ന് ഉദ്ദീപിപ്പിക്കാൻ ഇതിന് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെ സന്തോഷത്തോടെ നന്ദിയോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ശുദ്ധോധന ഡോക്ടർ ഉണ്ടോ? റോയ് സാർ? ഉണ്ട് സാർ, ഞാനുണ്ട്. ഡോക്ടർ പറഞ്ഞു. സാർ, അത് ഈ ക്ലാസ് മുഴുവൻ എനിക്ക് മനസ്സിലായില്ല. അത് ഇങ്ങനെ കാരണം എപ്പോഴും ഇത് മുഴുവൻ ട്രാൻസ്പെയറൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് വിഷയമല്ലല്ലോ, ഈ സ്പിരിച്വാലിറ്റിയും അതേപോലെ സയൻസും. ഇത് ശാസ്ത്രവും ആത്മീയതയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനേക്കാൾ ഏറെ മതവും സയൻസും തമ്മിലുള്ള, നമ്മൾ പലപ്പോഴും ഈ മതത്തിനെ ആത്മീയതയായിട്ട് തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ മതം നേരത്തെ പറഞ്ഞതുപോലെ അത് ഈ ആത്മീയ ആചാര്യന്മാരുടെയും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ട്വിസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ മനുഷ്യന് അത്യാവശ്യമാണിത്. എത്ര ശാസ്ത്രം പുരോഗമിച്ചാൽ പോലും ഒരു അഭയസ്ഥാനം വേണം. അപ്പോൾ സ്പിരിച്വാലിറ്റി നമ്മുടെ അഭയം തേടലാണ്, അഭയം കണ്ടെത്തലാണ്. അതായത് ശാസ്ത്രം അഥവാ സയൻസ് എന്ന് പറഞ്ഞാൽ സത്യാന്വേഷണമാണ്. അപ്പൊ ഇത് തമ്മിൽ പിരിച്ച് അത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നോക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സമാന്തരമായിട്ട് പാരലായിട്ട് സഞ്ചരിച്ചു കൊള്ളട്ടെ. പക്ഷെ കാരണം ഈ ISRO ചെയർമാൻ സോമനാഥ് പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹം തിരുവനന്തപുരത്തെ ദേവീക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയപ്പോൾ ഈ ശാസ്ത്രവിശ്വാസികൾ എന്ന് പറയുന്ന മണ്ടന്മാര് എന്തിനാണ് ഇങ്ങനെ പോയെന്ന് പറഞ്ഞു. കാരണം ഈ ശാസ്ത്രവും ഫൈൻഡിങ്സും ഒക്കെ ഉണ്ടാകുന്നത് ഈ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നാണ്. സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെ മനസ്സിൽ നിന്ന് ബുദ്ധിയിലാണ്. അപ്പൊ ഈ മനസ്സിനെ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ സമ്പന്നമാക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ അന്വേഷണ ത്വര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില അഭയസ്ഥാനങ്ങൾ വേണം. അഭയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമ്മയും അച്ഛനും, അമ്മയെ ദൈവമായിട്ട് നമ്മൾ കണക്കുന്നു, മാതാപിതാ ഗുരു ദൈവം എന്നുള്ള രീതി. അങ്ങനെ കാരണം നമ്മളെ പ്രസവിച്ച ഒരു ജീവി, ഒരു അനിമൽ, ഫീമെയിൽ അനിമൽ എന്ന് കാണുന്നതാണ് ശാസ്ത്രം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. കാരണം നമ്മൾ നമ്മൾ ഓരോരുത്തരും ദ പ്രോഡക്റ്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെങ്കിൽ റോബോട്ട് പോലെയാണ് നമ്മൾ വിശ്വസിക്കേണ്ട. നമ്മൾ ഈ ജനിപ്പിച്ച അമ്മയോടുള്ള ഭക്തിയും അച്ഛനോടുള്ള ബഹുമാനവും സ്നേഹവും പഠിപ്പിച്ച ഗുരുവിനോടും ഒക്കെ ഉള്ള ഇതും അതിന്റെ നമുക്ക് ഈ സ്പിരിച്വാലിറ്റിയെ കണ്ടാൽ മതിയോ. ഇത് ഏതാണ് ശരി ഏതാണ് മനുഷ്യ ജീവിതത്തിനെ മെച്ചപ്പെടുത്തുന്നു എന്ന് കണ്ടാൽ മതി. നമ്മളെ കൂടുതൽ എൻറിച്ച്ഡ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇപ്പൊ ശബരിമല എല്ലാ സീസണുകളിലും ലക്ഷക്കണക്കിന് ആളുകൾ വരികയും ഇതുപോലെ വ്രതം നോറ്റും നോക്കാതെയും എല്ലാം പോവുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭൗതികവാദികൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ഈ സ്വാന്തനങ്ങളുണ്ട് നമ്മുടെ മനസ്സിന്, അഭയങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മയെ അല്ലെ എൻ്റെ ദൈവമേ എന്നൊക്കെ നമ്മൾ വിളിച്ചു പോകുന്ന അഭയം തേടലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശാസ്ത്രത്തിന്റെ വിശകലനം നടത്തുകയൊക്കെ ചെയ്യാൻ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കയ്യിലുള്ളവരല്ല. അത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഉപാധിയായിട്ട് കണ്ടാൽ മതി. AI എന്ന് പറഞ്ഞാൽ വികാരമില്ലാത്ത റോബോട്ടുകൾ പോലെ ഇരിക്കുന്നത്. അത് നമുക്ക് ഈ മനോഹരമായിട്ട് ജീവിച്ചു പോകാൻ വേണ്ടി ഇത് രണ്ടും അത്യാവശ്യമാണ്. ഇത് രണ്ടും എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്ന് വിശകലനം ചെയ്യുക, ഒന്നിനെ അങ്ങോട്ട് അവഗണിച്ച് ഉപേക്ഷിച്ച് വിടുകയും മറ്റേതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരാണ്. കാരണം നമുക്ക് ഈ നമ്മൾ നടിക്കലാണ് വലിയ. ഇപ്പോൾ
വാട്സപ്പിൽ ഇന്ന് ഞാൻ കണ്ടു, എം ഉന്തനും ഭാര്യയും കൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നിട്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ധാരാളം ചീത്ത കമന്റുകൾ ഇട്ടിട്ടുണ്ട്. ഇയാൾ ഈ ദൈവ നിഷേധിയായിട്ട് ഒരു തലമുറയെ വഞ്ചിച്ച ആളാണ്, ഇപ്പോൾ അവസാന കാലം വന്നപ്പോഴത്തേക്ക് ആത്മീയത വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. റൈറ്റർ എം ഉന്തൻ ഭാര്യയും കൂടെ അവിടെ ചെന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ യൗവനത്തിന്റെ ചോരത്തിളപ്പിലും ശാസ്ത്രത്തിന്റെ അതീവ ആരാധകരായിട്ട് മാറുമ്പോഴൊക്കെ നമുക്ക് തോന്നും അതാണ് ശരി, ഇതാണൊക്കെ. പക്ഷെ ഈ ശരീരത്തിന് ശക്തി കുറയുമ്പോൾ, മനസ്സിന് ചില ദൗർബല്യങ്ങൾ വരുമ്പോൾ, നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ ചില നിരാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ക്ലിങ് ചെയ്യാൻ, ഇറുക്കി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലത് വേണം. അപ്പോൾ അതിൽ ഈ ആചാരങ്ങളൊക്കെ നല്ലതാണ്, അതേപോലെ തന്നെ ആത്മീയതയും നല്ലതാണ്. അത് നമ്മുടെ പേഴ്സണലാണ്, അല്ലാതെ ഈ സമൂഹത്തിനെ കാണിച്ചു കൊടുക്കാനുള്ളതല്ല എന്നുള്ള രീതിയിൽ എടുത്താൽ മതിയാവും. പക്ഷെ സാറിൻ്റെ ക്ലാസ് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ എനിക്ക് മുഴുവൻ മനസ്സിലായില്ല കേട്ടോ. അത് കാരണം ഈ ക്വാണ്ടം ഫിസിക്സും അതുപോലെ ഉള്ള കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്കത് മുഴുവൻ മനസ്സിലായില്ല. എങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളിൽ ഇത് രണ്ടും നിലനിന്നോളട്ടെ, രണ്ടും നല്ലതാണ്. രണ്ടും നമ്മളെ ബെറ്റർ ലിവിങ്ങിന് നമ്മളെ സഹായിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടി എന്തിനാണ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, പഠിച്ചിട്ടുണ്ടല്ലോ, തലയിലുണ്ടല്ലോ, അതൊരു പേനയും കൊണ്ട് പോയി എഴുതിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അതല്ല. നമുക്ക് ഒരു യൂണിവേഴ്സൽ സ്പിരിറ്റിന്റെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുത്, അല്ലാന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും കാൽ തൊട്ട് വണങ്ങുന്നത് എന്തിനാ? കാൽ തൊട്ട് വണങ്ങേണ്ട യാതൊരു കാര്യമില്ല, കാലിലെങ്ങും ഒരു സാധനവും ഇല്ല. പക്ഷെ അത് നമുക്കൊരു കരുത്ത് പകരലാണ്. അപ്പൊ ഈ ആത്മീയത എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റി, സയൻസ് എന്ന് പറയുന്ന ഈ സത്യാന്വേഷണവും ഇത് പാരലായിട്ട് പൊക്കോട്ടെ. നമുക്കത് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുന്നതിന് പകരം ഇത് അതാണോ ശരി, ഇതാണോ ശരി, അല്ലെങ്കിൽ അതിനെ ഒന്നിനും നിരസിച്ച് കളയേണ്ട കാര്യമില്ല. പിന്നെ ഈ മതം കയറി ഭയങ്കര വൃത്തികേടൊക്കെ കാണിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ജീവികൾ അത് മനസ്സിലാക്കും. അപ്പോൾ അതിൽ നമ്മൾ ഓരോ മതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അതിൻ്റെ ആചാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളതിൽ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ, എനിക്ക് മനസ്സിന് സമാധാനം തരുന്നു, എൻ്റെ ബുദ്ധിപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നു, എനിക്ക് ആപത്ത് വരുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, എനിക്ക് റിലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അഭയം തേടാൻ വേണ്ടിയിട്ട് ഒരു ശക്തി, അതിനെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ ഈ ചെറിയ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നി. എന്തായാലും ഈ ചിന്തകൾ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രസന്റേഷൻ ആയിരുന്നു എന്ന അഭിപ്രായമുണ്ട്. അത് മുഴുവൻ മനസ്സിലാവാത്തത് നമ്മുടെ പോരായ്മയാണ്, സാറിന്റെ ഇതല്ല എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നന്നായി സാർ. ഐ കൺക്ലൂഡ്. താങ്ക് യു സാർ. റോയ് സാർ. ഏതായാലും ഈ സയൻസും സ്പിരിച്വാലിറ്റിയും കൂടെ രണ്ടും ശത്രുക്കളായിട്ട് അതുമായിട്ട് പോയ കാലഘട്ടത്തിൽ നിന്നും മാറി ഇപ്പോൾ അതല്ലാതെ യുക്തിവാദികൾ എപ്പോഴും അതിനെതിരായിട്ടാണ് പറയുന്നത്. പക്ഷേ മതാചാര്യന്മാരും മതത്തിൽ കാര്യമായി വിശ്വസിച്ച് മറ്റതൊക്കെ മറന്നു കളയുകയും അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് സയൻസിനെ തള്ളിപ്പറയാനൊരു വാസന വരും. അതുപോലെ തന്നെ യുക്തിവാദികളായിട്ടുള്ള ഒരു സയൻസിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ സ്പിരിച്വൽ ലൈഫിനെ തള്ളിപ്പറയാനായിട്ട് ഒരു ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും ആരും ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത കുറേ ആൾക്കാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 കോമൺ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇതാണ്. സയൻസിലും സ്പിരിച്വാലിറ്റിയിലും വരുന്ന കോമൺ ആയിട്ടുള്ള ചില 3 കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇത് രണ്ടും കൊണ്ടുമുള്ള ഗുണങ്ങളെക്കുറിച്ചും പറഞ്ഞു. പൂർണ്ണമായും സയൻസ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ സ്പിരിച്വലായിട്ടുള്ള ലൈഫും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും പൂർണ്ണത വന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടിക്ക് എല്ലാം പഠിച്ചിട്ടുണ്ട്, സയൻസൊക്കെ ആണെങ്കിലും അതെനിക്ക് ഓർമ്മയിൽ വരണമേ എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വാലിറ്റി അവിടെ വരുന്നു. ശരിയാണ്. അപ്പോൾ ഈ മതാചാര്യന്മാരും യുക്തിവാദികളും ഒക്കെ മനുഷ്യനെ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളിൽ വീണ്ടും അകത്തിവിടാൻ, സയൻസും സ്പിരിച്വാലിറ്റി ആയിട്ട് വീണ്ടും അകത്തിവിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. എങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ളത് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ മനു സാറിൻ്റെ ഈ ക്ലാസ്സിൽ കുറേയൊക്കെ അതുപോലെ ചിന്തിക്കാനും അതുവഴി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു. പിന്നെ അന്ധമായ വിശ്വാസികളും ഒക്കെ ഉള്ളപ്പോൾ ഇതൊന്നും ചിലവാകുകയില്ല. അവനവൻ്റെ
ഇതിനു വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ സന്തോഷമായി ഈ കാര്യങ്ങൾ കൊണ്ടുപോകാനും ആരെയും എതിർപ്പ് വരാതെയും ഒക്കെ സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ നല്ലൊരു തുടക്കമാണ് ഈ ചിന്താഗതി എന്ന് പറയുന്നത്. അത് വളരെ ഭംഗിയായി അദ്ദേഹം മനസ്സിലാക്കി തരാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വളരെ ഇതായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. താങ്ക് യു സാർ. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ. വേറെ ആർക്കെങ്കിലും ഒക്കെ? ഉഷ മാം, ഓമന മാം, ഉഷ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. വളരെ ഇന്ന് പ്രപഞ്ചം പോലെ തന്നെ വളരെയധികം വിശാലമായിട്ടുള്ള രണ്ട് സബ്ജക്റ്റാണ് ഇന്ന് മനോജ് സാറ് നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന്റെ ഭാവത്തിലും വളരെയധികം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ക്ലാസ് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തതിന് സാറിന്റെ ഭാവത്തിൽ ഞാൻ സാറിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇത് രണ്ടും ഒരു അന്വേഷിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് എങ്ങനെ നേച്ചർ ഓഫ് റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഈ രണ്ട് സബ്ജക്റ്റും, സയൻസും സ്പിരിച്വാലിറ്റിയും അന്വേഷിക്കുന്നതെന്നാണ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുള്ളൂ. എങ്കിൽ കൂടി എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവരുടെ മെത്തേഡ്സ് മാത്രം ഡിഫറെന്റ് ആണ്. അതായത് സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫാക്ട് തന്നെയാണ്. അവരെപ്പോഴും അതിന്റെ ഒരു തെളിവിലൂടെ മാത്രമാണ് അത് വിശ്വസിക്കപ്പെടുകയുള്ളൂ. തെളിവാണ് അവർക്ക് വേണ്ടത്. സയൻസിന് എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയ എവിഡൻസ്, എംപിരിക്കലായിട്ടുള്ള എവിഡൻസ് വേണം, എക്സ്പെരിമെന്റേഷൻ വേണം, അതിന്റെ സ്റ്റഡീസ് വേണം. അതുപോലെ തന്നെ ഒരു ഭൗതികമായിട്ടുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവുകള്, തെളിവുകൾ നിരത്തി സമർപ്പിച്ചെടുക്കുക, അതാണ് സയൻസ്. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി ആണെങ്കിൽ അത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇൻഡ്യൂഷൻ, അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ വരും, ഒരു ഹയർ പവർ, ഒരു ബിയോണ്ട്, എന്താണ് പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ ശക്തി എന്താണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ബിയോണ്ട് ദ പവറിലേക്ക് ഒരു കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റി എന്നാണ് സാറിവിടെ സൂചിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത്. എപ്പോഴും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ് ആയിരിക്കും സയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, നോൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ആത്മീയതയിലേക്ക് പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് സ്പിരിച്വാലിറ്റി സമ്മാനിക്കുന്നുണ്ട്. ആത്മാവിനെ കുറിച്ചും അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഹയർ പവറിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഒന്ന് ഒരു മെഡിറ്റേഷന്റെ ഒക്കെ പവർന്ന് നമുക്ക് ഒരു ബിയോണ്ട് ആണെന്ന് പറയാൻ പറ്റും. വർഷങ്ങളോളം പ്രകൃതി ശക്തികൾ, അതായത് മഴ, വെയില്, പ്രകൃതിക്ഷേപങ്ങളൊന്നും അറിയാതെ ഇവര് വർഷങ്ങളോളം തപസ് ചെയ്ത് ഹരിസാധനങ്ങളോ വെള്ളമോ ഒന്നും ഇല്ലാതെ അതൊരു ആത്മീയമായിട്ടുള്ളവരുടെ ഒരു പവറിലേക്കുള്ള ഒരു യാത്രയായിരിക്കണം. പരിസരത്ത് എന്താണോ നടക്കുന്നത് അതേക്കുറിച്ചൊന്നും അറിയാതെ തന്നെ. അപ്പൊ അതിലൂടെ അവർക്ക് കിട്ടുന്ന ആ പവർ, അതായിരിക്കും അവർക്ക് മുമ്പൊക്കെയുള്ള ഋഷിവര്യന്മാര് നമുക്കറിയാം ശപിക്കുകയൊക്കെ ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ? വരം കൊടുക്കുക, അതുപോലെ തന്നെ ദുഷ്ടശക്തികൾക്ക് ശാപം കൊടുക്കുക, അതൊക്കെ അവര് തനിയെ ആർജിച്ചെടുക്കുന്ന ഒരു പവറാണ് മെഡിറ്റേഷനിലൂടെ. അങ്ങനെയൊക്കെ വായിച്ച് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു സാറ്. എന്തായാലും ഒരു ചെറിയൊരു ഔട്ട്ലൈനിൽ കൂടി ആണെങ്കിലും ഈ ഒരു സബ്ജക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സയൻസും ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് വിഭാഗത്തിൽപ്പെട്ട സബ്ജക്റ്റുകളാണ്. വളരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. വേറെ ഇനി ആരാ പറയുന്നത്? ഓമന മാം, വിൻസെന്റ് സാർ, സ്നേഹലത മാം, ഷീല മാം, ആർക്കെങ്കിലും ഒക്കെ പറയാമോ? ഞാൻ പറഞ്ഞോട്ടെ സാറ്? പറയൂ. ഈ ശാസ്ത്രവും ആത്മീയതയും ഇതെന്നുള്ള ഈ വിഷയം പണ്ട് മുതലേ തന്നെ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശക്തിയേറിയ രണ്ട് വിഷയങ്ങളാണ്. നമ്മൾ പണ്ട് റഷ്യ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ രണ്ടു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള പല പല ന്യായീകരണങ്ങളും ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ ശാസ്ത്രീയം എന്ന് പറയുന്ന സമയത്ത് അതിന് നേരത്തെ ഇപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞതുപോലെ അതിന് തെളിവ് വേണം, ഇല്ലെങ്കിൽ അത് വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ ശുദ്ധ സാറ് പറഞ്ഞ പോലെ ഈ സ്പിരിച്വാലിറ്റിയും മതവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. സ്പിരിച്വാലിറ്റി വേറെയാണ്,
റിലീജിയസ് ഫീലിംഗ് വേറെ എന്നാണ് എനിക്കും തോന്നുന്നത്. അത് രണ്ടും വേറെയാണ്. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ഒന്നാണ്. പക്ഷെ ഞാൻ ഹിന്ദു ആവാം, മുസ്ലിം ആവാം, ക്രിസ്ത്യാനി ആവാം. എൻ്റെ മതവിശ്വാസം വേറെയാണ്. പക്ഷെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സമയം ഇതിലൊക്കെ അതീതമാണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വലിയ പറയാൻ തോന്നണത്, ഹിന്ദുമത ആചാരങ്ങളിൽ പല കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് വളരെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കിപ്പോൾ എണ്ണി പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ പറയണം, മിക്കവാറും പല കാര്യങ്ങളും നമുക്ക് ആദ്യമൊക്കെ തോന്നുമായിരിക്കും ഇത് പറഞ്ഞത് എന്ത് ഇതാണ്. ഈവൻ ഭസ്മം തൊടുന്നത് പോലും അതിൽ പോലും ശാസ്ത്രീയത ഉണ്ട്, നെറ്റിയിൽ ഭസ്മം തൊടുന്നതിൽ. അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിൽ ഹിന്ദുമത ആചാരങ്ങൾ, ഹിന്ദുമതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം അത് ഹിന്ദു മതം അല്ലാതെ അത് നമ്മളുടെ ഒരു നമ്മുടെ നാടിന്റെ ഒരു എന്താണ് പറഞ്ഞ എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല. നമ്മുടെ ഇതില്ല, ഹിന്ദു മതം അല്ലാതെ നമ്മുടെ രാഷ്ട്രത്തിന്റെ തന്നെ ഒരു ഇതാണതാണ്. സംസ്കാരം. ആ സംസ്കാരം അത് സംസ്കാരമാണ്. ആ സംസ്കാരത്തെ പിന്നെ മതമാക്കി മാറ്റി ഹിന്ദു മതം ആചാരമാക്കി പിന്നെ പലരും അതിനെ ഇതാക്കണം. അപ്പൊ അതിൽ എനിക്ക് വേറൊരു കാര്യം ഇപ്പൊ ഈ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ വിശ്വാസം ഉണ്ടല്ലോ. അത് വിശ്വാസം നമ്മൾ കാലത്ത് കുട്ടികള് സ്കൂളിൽ പോണ സമയത്ത് ഒന്ന് പൂജിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് പോവാറുണ്ട്. ഈ പ്രാർത്ഥിച്ചത് പോയത് കൊണ്ട് മാത്രം എന്തിനാ അതുള്ള പഠിച്ചിട്ടുള്ളല്ലേ? ശുദ്ധോധൻ സാർ ചോദിച്ച കാര്യമാണ്. അപ്പൊ അങ്ങനെയല്ല അതിന് ഇതാക്കണം. ഇപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള ആൾക്കാർ പറയും എന്തിനാ പ്രാർത്ഥിക്കണേ, എന്തിനാ പൂജിക്കണേ, എന്തിനാ അച്ഛന്മാരുടെ കാലുവിട്ട് വന്നിക്കണേ എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. നമ്മളൊരു ഒരു അഡ്വർടൈസ്മെന്റിൽ കാണില്ലേ, വിശ്വാസം അതല്ലേ എല്ലാം. ശരിയാണ് സാറേ. ഞാൻ പറയാം, എന്റെ സ്വന്തം ഒരു അനുഭവ കഥ ഞാൻ പറയണം. എൻ്റെ അനിയൻ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ സ്കൂളിൽ രണ്ട് കുട്ടികൾ തമ്മിൽ 10ാം ക്ലാസ്സിൽ പഠിക്കണ രണ്ട് കുട്ടികൾ, ഇവൻ 7ാം ക്ലാസ്സിൽ മറ്റേ പഠിക്കാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കണ രണ്ട് കുട്ടികൾ തമ്മിൽ കൂടി ഒരു കുട്ടിയുടെ അടി കെട്ടി മറ്റേ കുട്ടി മരിച്ചു. അവിടെ വീണ് മരിച്ചു. ഇവിടെ മർമ്മത്തിൽ മറ്റേ കൊണ്ടു കാണും, വീണ്ടും മരിച്ചു. ഇവരൊക്കെ കുട്ടികളൊക്കെ കാണാൻ പോയപ്പോൾ ആ മരിച്ചു കിടക്കുന്ന കുട്ടി ആകെ വളർത്ത് ഒരു മഞ്ഞ നിറം മൂണ്ട് അങ്ങനെ കിടക്കുകയാണ്. ഇവര് കണ്ട് പേടിച്ചു. എൻ്റെ അനിയൻ വീട്ടിൽ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് എൻ്റെ കൈയൊക്കെ മഞ്ഞ നിറയായി, ദേഹമൊക്കെ മഞ്ഞ നിറയായി എന്ന് പറഞ്ഞ് കരച്ചില്ല. അപ്പോൾ ഞാനൊക്കെ താമസിച്ചത് എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ. ഗ്രാൻഡ് മദറും ഒരു ടീച്ചറായിരുന്നു, ഗ്രാൻഡ് ഫാദർ വില്ലേജ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ അവരാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് മദർ എൻ്റെ അനിയൻ ഇത്തിരി കുറച്ച് എന്താണ് ആസ്മയുടെ ഒക്കെ പ്രോബ്ലം ഉള്ള കാരണം അവനെ ഇടിക്കുക അവനെ ശാസിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ അവനെ 1-2 പ്രാവശ്യം അടിച്ചിട്ട് അവൻ അടിക്കുമ്പോൾ അവൻ കരയുന്നില്ല. അവൻ കൈ കഴിച്ച എൻ്റെ കൈയൊക്കെ മഞ്ഞനിറായി എന്നൊക്കെ പറയാ. അപ്പൊ ഞങ്ങൾ ഈ പാലക്കാട് ചിറ്റൂർ സൈഡിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ കുറച്ച് ഈ തമിഴ്നാടിന്റെ കുറച്ച് ഇതുള്ള സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഉടനെ തന്നെ പല മന്ത്രവാദികളെയും കാണിച്ചു. ഈവൻ മുസ്ലിംകളുടെ ഇതുണ്ടല്ലോ, എന്താണ് അവരെയൊക്കെ കാണിച്ചു. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ കൊച്ചിനെയും കൊണ്ട് വേളാങ്കണ്ണിയിൽ പോകണോ, വെള്ളാർപാടത്ത് പോകണോ, അങ്ങനെ കുറേ പള്ളികളിലൊക്കെ പോയി നേർച്ച നേർന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലപോലെ പഠിക്കാൻ മിടുക്കനായിരുന്നു അവൻ. ആ പഠിത്തത്തിൽ ഉഴപ്പി സ്കൂളിൽ പോകാനായിട്ട്, ക്ലാസ്സിൽ പോകാനായിട്ട് മടി, ഇങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു ബ്രദറുണ്ട് തൃശ്ശൂർ. പുള്ളിയുടെ സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോൾ ഈ അവിടുത്തെ അങ്കിള് ഇവനെയും കൊണ്ട് പറഞ്ഞു, മോനെ വാടാ നമുക്കൊന്ന് നടക്കാൻ പോകാന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. തൃശ്ശൂർ ആ തെക്കിങ്ങാട് മൈതാനത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ, പുത്തമ്പള്ളി എന്ന് പറയും, എൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടേക്ക് പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ വഴിയിലൊരു സന്യാസി ഇരിക്കണം. ആ സന്യാസി ഇവനെ കണ്ടപ്പോൾ ഇവൻ്റെ പേര് പറഞ്ഞു വിളിച്ചു, എടാ ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഞങ്ങൾ അവനോട് ചോദിച്ചു, നിനക്ക് ഇതാരാ, അവൻ നിന്റെ പേരാണ് വിളിച്ചേ? അപ്പൊ എൻ്റെ അനിയൻ പറഞ്ഞു, എനിക്ക് അറിയില്ല. എന്നാ വിട്ടേക്ക് നടന്നു. പിന്നെ അയാൾ വിളിച്ചപ്പോൾ ഉടനെ തന്നെ അങ്കിള് ഉടനെ ദേഷ്യപ്പെട്ടു. ഉടനെ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ എൻ്റെ പേര് പറഞ്ഞു, നിങ്ങൾക്കറിയോ അവനെ? അപ്പൊ ഉടനെ ആ സന്യാസിയായിട്ടുള്ള രീതിയിൽ, അതല്ല, ഇവരെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു തോന്നി, അവൻ വളരെ പേടിച്ചും ഒക്കെ ഇരിക്കുകയാണ്, അവൻ്റെ ഉള്ളിലൊരു ഭയം തട്ടിയിട്ടുണ്ട്, അവൻ്റെ പഠിത്തത്തിൽ അത് ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഫാമിലി ഹിസ്റ്ററി പോലെയൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞു, ഒട്ടും പേടിക്കണ്ട, നിനക്ക് ഇത്രയും കൊല്ലത്തുള്ള ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു അവനെ പറഞ്ഞു വിട്ടു. അവൻ്റെ അസുഖത്തോടെ മാറി. പക്ഷെ പിന്നീട് അറിഞ്ഞത് ഈ അങ്കിള് ഈ സന്യാസിയോട് നേരത്തെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
സന്യാസിയെ പറഞ്ഞു വലിപ്പിച്ചു, പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു, ഇങ്ങനെ ഇവനൊരു കൊച്ചിനൊരു അസുഖമുണ്ട്, അത് മാറ്റണം എന്ന് പറഞ്ഞു. ഈ സന്യാസി പറഞ്ഞപ്പോൾ അങ്കിളും അതിനൊപ്പം നിന്നപ്പോ ഇവന്റെ മനസ്സിൽ ആ വിശ്വാസം കയറി ഈ സന്യാസി പറഞ്ഞത് സത്യമാണെന്ന്. അപ്പൊ ഈ പള്ളിയിലും മറ്റേ ഉള്ള സ്ഥലത്തൊക്കെ പോയി വെളിച്ചപ്പാടിനെ കൊണ്ട് ഇതാക്കലും മറ്റേ മുല്ലാക്കനെ കൊണ്ട് ചെയ്യിപ്പിക്കലും എല്ലാം ചെയ്തിട്ടും കൂടെ മാറാത്ത ആ രോഗം ആ ഒരൊറ്റ കാര്യത്തിൽ ശരിയായി. അപ്പൊ വിശ്വാസം. അപ്പൊ നമ്മൾ എവിടെ വിശ്വസിക്കുന്നോ അവിടെയാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇതുണ്ടാവുന്നത്. അത് ദൈവത്തിൽ വിശ്വസിക്കണമെന്നില്ല, നമ്മൾ ഏത് കാര്യത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. നമുക്ക് ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അവിടെ അതിന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടാൻ പറ്റില്ല. ഒരു കുട്ടി സ്കൂളിൽ പോണ സമയത്ത് പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അവർ പോണ സമയത്ത് പനി വരണു, ടോയ്ലറ്റിൽ പോണ്ടി വരണു, ഇതൊക്കെ എന്താണ്? പനി എങ്ങനെ വരണേ? പേടിച്ചുകൊണ്ട് എങ്ങനെ പനി വരണം? ശാസ്ത്രീയമായിട്ട് വല്ല ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. ബട്ട് അത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വിശ്വാസം കൊണ്ടുവരുന്ന പല കാര്യങ്ങളുണ്ട്. വിശ്വാസം കൊണ്ട് വരുന്നത്. ഈ പണ്ട് ഇടമർഗം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു നിരീശ്വരവാദിയില്ല ഫസ്റ്റത്, വളരെ പ്രസിദ്ധനായ ഒരാള്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും എന്തെങ്കിലും അറിയാണ്ട് എന്തെങ്കിലും എനിക്കൊരു ഒരു ആപത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടിയോ ദുഃഖമോ അവരെ തോന്നുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കർത്താവെ എന്ന് വിളിച്ചു പോകും. കാരണം അത് ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള, എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ആ കുടുംബത്തിന്റെ ആ ഒരു ഇതാണ്. പക്ഷെ എൻ്റെ മകൻ അറിയില്ല, എൻ്റെ മകൻ അത് ആ വാക്ക് അവൻ ഉച്ചരിക്കില്ല, കാരണം ഞാൻ അവനെ ഇത് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതാണ് നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ഇതിലും നമുക്ക് പലതരത്തിലും നമ്മൾ സ്വാധീനിക്കാറുണ്ട്. നമുക്ക് അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. പക്ഷെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിലെ ഒരു ചെറിയ ഒരു കണക്ഷൻ ഉണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും അത് തന്നെയാണ്, നമ്മളൊരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ്, ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു തലമാണ്. ഇൻഫ്ലുവൻസ് ഭയങ്കരമുണ്ട്, സറൗണ്ടിങ്സിൽ ഒത്തിരി കാര്യങ്ങൾ ഇൻഫ്ലുവൻസ്. വേറെ ആരെങ്കിലും? ഷീല മാം, സ്നേഹലത മാം, മുന മാം ആരെങ്കിലും പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് സ്റ്റോറി തെറാപ്പിയിൽ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സർ, താങ്ക് യു. Good night. See you.